കൈ വെച്ചേ മെല്ലെ 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 ശരിക്കും ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വാ പ്രസാദം വേണ്ടേ ഇതാ ഹലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഞായറാഴ്ചത്തെ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് കുറച്ച് നേരം വൈകി. ഇന്ന് ഞാൻ 6 മണി ആകുമ്പോഴേക്കും എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് ഏട്ടൻ വേഗം തന്നെ പല്ലേക്കാണ്. വേറെ ഒന്നുമില്ല, ഏട്ടൻ ഇന്ന് പള്ളിക്ക് പോകട്ടെ. ഞങ്ങൾ ഞായറാഴ്ചകളിൽ ഏട്ടൻ രാവിലെ ഒരു 6 മണി ആകുമ്പോഴേക്കും പള്ളിക്ക് പോയിട്ട് അപ്പര കല്ലറയുടെ പൂവൊക്കെ വെച്ച് മെഴുകുതിരി കത്തിച്ച് വരും. രാവിലെ പോകുമ്പോൾ ഞങ്ങൾ പോവില്ല, കാരണം കാത്തുമ്പോൾ ഈ നേരം എഴുന്നേറ്റിന് ഭയങ്കര വാശി. പിന്നെ അവൾ ഉറങ്ങൂല്ല. മറ്റുള്ള കരച്ചിലും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഏട്ട അവളെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല ഏട്ടാ. ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം പോയിട്ട് കാണിച്ചിട്ട് വരും. കാത്തുമ്മനെ കൊണ്ട് അപ്പനെ കാണിച്ച് കൊണ്ടുവരും, അല്ലെങ്കിൽ ഞായറാഴ്ച വൈകിട്ട് പോകും. അങ്ങനെയാണ് ഞങ്ങൾ പോകാറ്, ഞാനും കാത്തും പോകാറ്. ഏട്ടൻ പക്ഷേ ഞായറാഴ്ച രാവിലെ ഞങ്ങൾക്ക് വർക്കൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ മുടക്ക് വരുത്താതെ അവിടെ പോയി മെഴുകുതിരി കത്തിച്ച് പൂവൊക്കെ വെച്ചിട്ട് വരും. അങ്ങനെ ഏട്ടൻ പോയപ്പോൾ ഞാൻ നേരെ പോയി ഗേറ്റൊക്കെ അടയ്ക്കുകയാണ്. ഏട്ടൻ ഇറങ്ങി വന്നു അവ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇനിയിപ്പോൾ അവൻ പോയിക്കോട്ടെ വിചാരിച്ച് ഞാൻ വേഗം വന്ന് ഗേറ്റൊക്കെ അടച്ച് ഓടി കയറുന്നുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മൾ കാത്തുമുറക്കല്ലേ. അപ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് കരയുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ, അവൾ ഇറങ്ങി വരുമ്പോഴും എന്നെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ അവൾ പേടിക്കും. പിന്നെ മേളിൽ കയറി വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് നമ്മളെ സിറ്റ് ഔട്ട് തുടയ്ക്കുക എന്നുള്ള പരിപാടിയാണ്. കാരണം ഇപ്പോൾ മഴക്കാലം തുടങ്ങി, പിന്നെ എൻ്റെ ആദ്യത്തെ പരിപാടി തന്നെയാണ്. അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഈ മഴവെള്ളം വന്നിട്ട് ആകെ വെള്ളം കാര്യങ്ങളാട്ടോ. അപ്പോൾ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി കാത്തുമ്പോൾ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീഴുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഇവിടെ അടിച്ചോരിൻ്റെ പണിയില്ല. കുറേ ദിവസങ്ങളായി ഇവിടെ അടിച്ചോരിയിട്ട് അവിടെ ആ തുടയ്ക്കുന്ന തുണി കൊണ്ട് തന്നെ ഇങ്ങനെ നന്നായി തുടച്ചെടുക്കും. ഈ വെള്ളത്തിൽ കൂടെ അടിച്ചു വരാനും പറ്റില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ തുടച്ചിട്ട് ഞാൻ മേളിൽ കൊണ്ടിട്ട് വടി വെച്ചു കേട്ടോ. അതിന് നിറയെ വെള്ളം. അപ്പോൾ ഞാനത് മേളിൽ കൊണ്ട് വെച്ചു. പിന്നെ ഞാൻ ഫ്രണ്ട് ഡോർ അടച്ചിട്ടിട്ട് ഞാൻ അടുക്കളയ്ക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ ഒന്ന് ഹെയറൊക്കെ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുടിയിലേക്ക് വേണ്ടി ഒരു പാക്ക് സെറ്റാക്കുക കേട്ടോ. പാക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, എഗ് വൈറ്റ്. ഞാനും ഇതിന് മുന്നേയും കല്യാണത്തിന് മുന്നൊക്കെ ഞാനിത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എഗ് വൈറ്റിലേക്ക് കുറച്ച് പഞ്ചസാരയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത്. ഇതെനിക്കൊരു അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ കുറേ വർഷങ്ങൾ ഇത് മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് വലിയ വലിയ പാക്കുകളും കാര്യം ചെയ്യില്ല. എൻ്റെ മുടിയിൽ നിന്ന് പോവാത്ത നിലയ്ക്കുള്ള ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്കത് ഭയങ്കര അസ്വസ്ഥയായി തോന്നും. പക്ഷേ ഇത് നമ്മൾ നന്നായി ഷാമ്പു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മണവും പൂവും ഒക്കെ പോയി സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മുടിയൊക്കെ അയച്ചിട്ടിട്ട് ഞാൻ എല്ലായിടത്തേക്കും അത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മുടി കൊഴിച്ചിൽ എനിക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്ര നാളെനിക്ക് അതിന് മുടി കൊഴിച്ചിലോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് മുടി കൊഴിയണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മൾ മുടി കെയർ ചെയ്തില്ലെങ്കിൽ അതൊരു പണിയായി മാറും. എനിക്ക് മുടിയില്ലാതെ തന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നീ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ, മുടിയൊക്കെ വിട്ട് സ്റ്റൈലായിക്കൂടെ എന്ന്. എനിക്കെപ്പോഴും എൻ്റെ ഒരു നാടൻ ലുക്കിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എപ്പോഴും സാരി കൊടുത്ത് മുടിയൊക്കെ ആയിട്ടുള്ള ആ ഒരു ലുക്കിനോടാണ് എനിക്ക് കൂടുതൽ എന്നെ കാണാൻ ഇഷ്ടം. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്കും എന്നെ കാണാൻ അങ്ങനെ ഇഷ്ടം. എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ഭർത്താവ്, ഇവർക്കൊക്കെ എന്നെ അങ്ങനെ കാണാനാണ് ഇഷ്ടം. ഇനിയിപ്പോൾ അവർ പോട്ടെ, ഏറ്റവും ചെറിയ കുണുക്കനടക്കം ഞാൻ വല്ല മോഡൽ ഡ്രസ്സ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പൊന്നിച്ച് ഭംഗിയില്ല, വല്ല സാരി എടുത്ത് തന്നാലോ പൊന്നിച്ചിനാണ് നല്ല ഭംഗിയുണ്ടെന്ന് പറയും. ആ ചെറിയ അവനടക്കം എന്നെ ആ ഒരു ലുക്കിൽ കാണുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഇനി പാറ്റിൻ്റെ കാര്യമാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അവൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ പാവടയും ബ്ലൗസ് ഇട്ടിട്ടാണ് എന്നെ ആദ്യമായിട്ട് അവൻ കണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറയും, അന്നത്തെ ആ പാവടയും ബ്ലൗസ് നിനക്ക് നല്ല ഭംഗിയാണ്. ഒരുപാട് ആൾക്കാർ എന്നെ ശ്രദ്ധിക്കാനുള്ള കാരണം ഇന്നത്തെ കാലത്ത് അവനെ പാവടയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് വരണ കണ്ടപ്പോൾ ഒരു കൗതുകത്തിൽ ശ്രദ്ധിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയില്ല. അപ്പോൾ അവനും അതുതന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മുടി വെട്ടാത്തതും. മുടി കുറച്ചൊക്കെ പോകുമ്പോഴേക്കും ഞാൻ ശ്രദ്ധിക്കുന്നതും. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ മുടിയൊക്കെ ഇട്ട് സ്റ്റൈല് നടക്കാൻ. പക്ഷേ ഇവർക്ക് കണ്ട് ഇങ്ങനെ കാണാൻ ഇഷ്ടമെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെയല്ല നടക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഞാൻ മുടിയൊക്കെ നന്നായി കെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മുടിയത്തെ സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് വീടൊക്കെ അടിച്ചുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അടിച്ചു വരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും കാത്തും അവിടെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ മെല്ലെ തന്നെ റൂമും അടിച്ചൊരു മാറ്റുന്നുണ്ട്.
ഞാൻ കട്ടിൻ്റെ അടിയൊക്കെ വൈകുന്നേരം അടിച്ചു വരുമ്പോഴാട്ടാ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കുള്ളൂ. കാലത്ത് ഞാൻ എനിക്ക് നിൽക്കാറില്ല, കാരണം വല്ല ശബ്ദം ഉണ്ടായി അവൾ അപ്പം എഴുന്നേറ്റ് എൻ്റെ കൂടെ പോരും. പറഞ്ഞതും പോരാ, അവൾ എൻ്റെ കൂടെ എഴുന്നേറ്റുണ്ട്. ഞാൻ ആ അടിച്ചൊരിയിട്ട് ഇറങ്ങുമ്പോഴേക്കും അവൾ എഴുന്നേറ്റ് വന്നു. അങ്ങനെ പിന്നെ എൻ്റെ ബാക്കിയുള്ള പരിപാടി മൊത്തം അവളെടുത്തോണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നെ കണ്ടില്ലേ, ഞാൻ ഹാളിൽ അടിച്ചു വരുമ്പോഴായിരുന്നു അവൾ എഴുന്നേറ്റ്. അപ്പം അതിൻ്റെ ചെറു പിണക്കൊക്കെയാണ് കാണുന്നത്. പിന്നെ എനിക്കൊരു ഉമ്മയൊക്കെ തരും, അത് സ്ഥിരമായിട്ട് അവളെനിക്ക് ഉമ്മ തരും കേട്ടോ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ. പിന്നെ ചെറിയ ചെറിയൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഞാൻ മുടിയൊക്കെ അവൾ വേഗം മേളിൽ കെട്ടി വെച്ചിട്ട് പല്ലേക്ക് വേണ്ടി ബ്രഷും പേസ്റ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവൾ ഈ കസാരം വിരിച്ചപ്പോൾ ആദ്യം വിചാരിച്ചു അവൾക്ക് ഫുഡ് കൊടുക്കാനാണ്, കാരണം അവൾ ഫുഡ് കഴിക്കുമ്പോഴാണ് കൂടുതൽ ഈ കസാരം ഇരിക്കാറ്. അപ്പം ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ എത്തിച്ചു നോക്കി, അമ്മ ഇവിടേക്ക് പോയി പാപ്പ് എടുക്കാനാണോ എന്നൊക്കെയാണ് അവളിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ പാപ്പ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് പറഞ്ഞു പാപ്പല്ല, ഇപ്പം നമുക്ക് പഠിക്കലും പണിയും കൂടി ചെയ്യാതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് 1 2 3 ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ 1 2 3 ഒക്കെ പറയാം. 1 പറഞ്ഞ 1 3 5 അല്ല 4 5 സ്റ്റാർട്ടാ. അത് 1 2 3 സ്റ്റാർട്ടാട്ടാ. എ ബി നമ്മൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത് അതൊക്കെ ഒപ്പത്തിന് ഇരുന്ന് പറയും. ആ നേരത്തിനോട് ഞാൻ അവിടെ നിന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ജോണി പപ്പ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വല്ലതും കേട്ടാൽ അവൾ കുറച്ചേരൊക്കെ മിണ്ടാതിരിക്കും. അതിൻ്റെ ഒപ്പമാണ് ഞാൻ എൻ്റെ പണിയും ചെയ്ത്. ഏട്ടൻ വന്നിട്ട് ഞാൻ എൻ്റെ അവളെ കൈമാറാൻ വേണ്ടിയിട്ട്. ഇതാ ഞാൻ പറഞ്ഞതും ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ ബീഫും നേന്ത്രപ്പഴവും വേപ്പിലൊക്കെ മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാത്തുമ്പോൾ അത് അവൾക്ക് കഴിക്കാനുള്ള വല്ലതാണെന്ന് വെച്ചിട്ടാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് കാണിച്ചു കൊടുത്തു, ബീഫാണ് നമുക്ക് കറി വെച്ച് തരാമെന്നൊക്കെ. ഞാൻ അപ്പോൾ വീട് ഡബ്ബിയാൻ നിന്നാലും അപ്പോഴേക്കും എൻ്റെ മോൾ കയറി വരും കേട്ടോ. അത് ഞാൻ കാത്തുമ്മയ്ക്ക് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഇടയിൽ അവൾ പല്ലയ്ക്കുമ്പോൾ ഒന്നും ചീല് വെറുതെ വാൽ വെച്ചിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഒരുവിധം ബ്രഷൊക്കെ മേടിച്ചിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ തേച്ച് കൊടുക്കുന്നതും അവൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പിന്നെ ഗതി കെട്ടിട്ട് അവൾ എനിക്ക് പിടിച്ച് തന്നതാണ്. ഞാൻ പല്ലൊക്കെ ഒന്ന് നന്നായി ഉരച്ചു കൊടുത്തു. പിന്നെ ഏട്ടനോട് പറഞ്ഞു, ഏട്ടൻ ഇവളെ വായൊക്കെ കഴുകിച്ചോ, അപ്പോഴേക്കും ഞാൻ പണിക്കിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ അതൊക്കെ ഏൽപ്പിച്ച് നേരെ ഞാൻ റൂമിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട്, അപ്പോൾ ഞാൻ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും ഡ്രസ്സുമ്പോൾ മൊത്തം മോളെ വെള്ളമാക്കിയിട്ട് കൊടുന്ന് ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മോൾക്ക് വെള്ളം കണ്ട പിന്നെ ഒരു കളി കൂടുതലാണ് രണ്ടിനും. അപ്പോൾ ഞാൻ അവരുടെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഈ ബെഡ്ഷീറ്റൊക്കെ മാറ്റുന്നത്. ഒക്കെ എപ്പോഴും ഡ്രസ്സ് മാറിക്കുന്നുണ്ട്, ഞാൻ ചീത്തയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയ വിരിയൊക്കെ കൊടുന്ന് വിരിക്കുന്നുണ്ട് കേട്ടോ. പുതിയതെന്ന് വെച്ച് കഴുകി വെച്ചത്, അല്ലാതെ പുതിയതൊന്നുമല്ല. അപ്പോൾ ഞാനത് തലോണ കവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര മടിയുള്ള കേസാണ് തലോണ കവർ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം എൻ്റെ തലോണക്ക് ആകെ ചപ്പി പോലെ ഇങ്ങനെ കിടന്ന് ആകെ ഒതുങ്ങിപ്പോയി. ഞങ്ങൾക്ക് തലോണൊക്കെ മാറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും എന്നെ ഇരിക്കുന്നത്. പിന്നെ ഇതാ ബെഡ്ഷീറ്റ് വിരിച്ചു. ലൈറ്റ് ഷെയ്ഡ് എനിക്ക് വിരിക്കാൻ തീരെ ഇഷ്ടമല്ല, കാരണം കാത്തും എന്തെങ്കിലുമൊക്കെ കൈമാക്കിയിട്ട് എനിക്കത് അപ്പോഴേക്കും കഴുകേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അതൊക്കെ എടുത്ത് വിരിച്ചു കൊടുത്തു. പക്ഷെ നല്ല ഭംഗിയാട്ടോ, ഇത് വിരിച്ച് കഴിഞ്ഞ റൂം കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് വൈറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ആരിനോട് പറഞ്ഞിട്ട് കാത്തിനും ബോധം വെച്ചതിൻ്റെ ശേഷമാണ് നമ്മളിനി വൈറ്റ് ബെഡ്ഷീറ്റ് മേടിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മേടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളെ കാത്തുമേല അവൾ എന്തെങ്കിലും കഴിച്ചിട്ട് ആ കൈ കൊടുത്തിട്ട് അതിന്മേൽ തുടയ്ക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചെന്ന ആൾക്ക് ഞങ്ങളുടെ ഡ്രസ്സ് എന്തെങ്കിലും തുടയ്ക്കാൻ വേണമല്ലോ, അപ്പോൾ അത് ബെഡ്ഷീറ്റും ഒന്ന് തുടച്ച് വയ്ക്കും. പിന്നെ ഞാൻ പുതപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനെന്താ റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഒക്കെ ഞാൻ വേഗം ചെയ്യുന്നുണ്ട്, കാരണം ഇന്ന് കുറേ പ്ലാനിങ് ഉണ്ട്. ഞാൻ വേഗം റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കി. അപ്പോഴേക്കും ഏട്ടൻ കാത്തുമ്മയ്ക്ക് അനാറൊക്കെ പൊളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാത്തുമ്മ അത് കഴിക്കുന്നുണ്ട്. ഞാൻ കൂടെ ബീഫൊക്കെ ആവശ്യമുള്ളത് മാറ്റിയിട്ട് ബാക്കിയൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. അപ്പോൾ നോക്കിയപ്പോഴാണ് വലിയ പീസ് ബീഫ് കിട്ടണം. അതൊക്കെ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് വലിയ ബീഫൊക്കെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് എരിപ്പൊക്കെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യം ബീഫ് കറിയൊന്നും വെച്ചിട്ടില്ലെങ്കിൽ ഇത് രണ്ടാമത്തെ അട്ടാട്ട ചെയ്യുന്നത്. ആദ്യം നമ്മൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം നോമ്പ് തുറക്കുക, അങ്ങനെയാണ് ഒരു വട്ടം ഞാൻ ബീഫ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോഴാട്ടം ഉണ്ടാക്കുന്നത്, അല്ലാതെ ഞാൻ അധികം ബീഫ് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അമ്മ വീട്ടിലുണ്ടാക്കുമ്പോൾ പറയണേക്കും കുഞ്ഞിതാക്കിയിട്ട് നന്നാക്കി തരാൻ പറയും. അപ്പോൾ ഞാൻ കുഞ്ഞിതാക്കി മുറിച്ച് കൊടുക്കാറ്. അപ്പോൾ ഞാൻ ആ ഒരു ഓർമ്മയിൽ നന്നായി ചെറുതാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തതിൻ്റെ ശേഷം ഞാൻ അടുത്ത പാക്കറ്റിൽ നിന്നും കുറച്ചും കൂടി എടുത്തു. ഒരു 3/4 കിലോൻ്റെ അടുത്ത് ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നന്നായി മുറിച്ച് സെറ്റാക്കിയതിൻ്റെ ശേഷം
അതുകൊണ്ട് നന്നായി കഴുകുന്നുണ്ട് കേട്ടോ. ഇനി അതൊക്കെ കഴുകിയിട്ട് നമുക്ക് രണ്ടും കൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കണം. കാരണം ഞാൻ അമ്പലത്തിൽ പോകാൻ നിൽക്കണം. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനിത് കറി വയ്ക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ അതിക്കൊന്നും കിടക്കണില്ല. ഇപ്പം ഞാൻ വേഗം കുളിച്ച് അമ്പലത്തിൽ പോകാൻ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇങ്ങനത്തെ കഴുകി വയ്ക്കാനുള്ള പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് തൊടണ്ടല്ലോ. കുളി കഴിഞ്ഞാൽ എനിക്ക് മീൻ കഴുകുക, ചിക്കൻ കഴുകുക, ബീഫ് കഴുകുക, ആ പരിപാടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ വീഡിയോയ്ക്ക് ഡബ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോഴേക്ക് ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോഴും ഉണ്ടാവും. പക്ഷേ ഞാൻ എന്തായാലും ഇത്ര എഡിറ്റ് ചെയ്താലും ഞാൻ അതും കൂടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അതൊന്നും മെയിൻ ചെയ്യാതെ ഡബ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഗ്രീൻ പീസൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട്. അത് രാവിലേക്ക് വേണ്ടിയിട്ടാണ്. രാവിലെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രീൻ പീസും കാര്യങ്ങളാണ് ഞാൻ വേവിക്കാൻ വെക്കുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ ബാക്കി സ്റ്റൂ ഉണ്ടാക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഒക്കെ കൂടി എനിക്ക് ലാസ്റ്റ് നേരത്തെ കഴിയുക, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഒരുപാട് നേരം വൈകി കഴിഞ്ഞാൽ എനിക്ക് പോകാനും പറ്റില്ല. അപ്പോൾ ഞാൻ കഷ്ണങ്ങളും അരിഞ്ഞ് വെക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ പണിയും ഞാൻ തീർത്ത് വെക്കണം. പിന്നെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുക, ഫുഡ് കഴിക്കുക, ഇത്ര മാത്രമേ പണി വെക്കണുള്ളൂ. ഞാൻ മുന്നേന്ന് വെച്ചാൽ എനിക്ക് പരീക്ഷണങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള ടൈമിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അന്നത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാതെ 1-2 ചട്ടി വെച്ചിട്ടാണ് ഞങ്ങളെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പിന്നെ സൗകര്യങ്ങളൊക്കെ വന്ന ടൈമിൽ ഞാൻ പ്രഗ്നൻ്റായി. പിന്നെ എനിക്ക് അതിൻ്റെ വയ്യായികൾ, പിന്നെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ കാത്തുമ്മ ഉണ്ടായപ്പോൾ അവളെ പിന്നാലെ ഇപ്പോൾ അതാ വീണ്ടും ഞാൻ പരീക്ഷണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടുമാണ്. ഞാൻ ഓരോന്ന് പരീക്ഷിക്കാം, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. പിന്നെ ഞാൻ എന്തുണ്ടാക്കുമ്പോഴും എനിക്കത് ഓക്കെ, ഞാൻ അതുണ്ടാക്കി സെറ്റാവും എന്ന് എനിക്ക് ഉറപ്പുള്ള ദിവസം മാത്രമേ ഞാൻ ഉണ്ടാക്കുള്ളൂ. അല്ലാതെ കണ്ടതെല്ലാം ഉണ്ടാക്കണ സ്വഭാവം എനിക്കില്ല. ഞാനത് ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് ആദ്യം എനിക്ക് തന്നെ തോന്നണം, എന്നിട്ട് ഞാൻ അത് ഉണ്ടാക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ പരീക്ഷിക്കുകയാണെങ്കിലും അത് കഴിച്ചു നോക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുള്ളൂ. പിന്നെ അതാ ഞാൻ ഉരുളൻകിഴങ്ങും ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. ഞാനിതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ ആ പരിപാടിക്ക് നിൽക്കില്ല. അത് ഞാൻ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ അതിൻ്റെ ഇടയിൽ സബോള ഞാൻ മുറിച്ചിട്ട് കാത്തുമ്മിക്ക് കൊടുത്തരാം. കാത്തുമ്മിക്ക് സബോള കണ്ടു കഴിഞ്ഞാൽ പ്രാന്താണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് സബോളയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ ഇനി വാശി പിടിക്കേണ്ട വെച്ചിട്ട് അത് കൊടുത്തു. പിന്നെ ക്യാരറ്റ് മൊത്തം അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. നമ്മൾ സ്റ്റോലിൽ കേൾക്കാൻ ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ബീൻസ് ഇതൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ മേടിച്ച് വെക്കാറേ ഇല്ല. പക്ഷേ ഇപ്പം ഞാനിതൊക്കെ കുറച്ച് സ്റ്റോക്കാക്കി വയ്ക്കുന്നുണ്ട്. കാര്യം ഞാൻ എന്ത് വീഡിയോ ആണോ കാണുന്നത്, എനിക്ക് എന്താണ് ഉണ്ടാക്കാൻ തോന്നണമെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പം ഇതെല്ലാം മേടിച്ച് വയ്ക്കുന്നുണ്ട്. ആ നേരത്തെ നമ്മൾ ഇതിനൊന്നും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഏട്ടനെ മേടിക്കാൻ വിട്ടേക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വിചാരിച്ചിട്ട് ഇതൊക്കെ ഞാനിപ്പോൾ വീട്ടിലിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കാത്തുമാ സവോള കടിച്ച് തുപ്പി കൊടുത്തിട്ടാന്നുണ്ട്. സാധാരണ അവൾ കഴിക്കാറുണ്ട്, എന്താണാവോ ഇന്ന് അവൾക്ക് തിന്നാൻ തോന്നുന്നു. പിന്നെ ഞാൻ വേറെ പീസ് കൊടുത്ത് ആൾ വിട്ടയച്ചു. പിന്നെ ഞാൻ നല്ല കന്നം കുറച്ച് സബോളയൊക്കെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏട്ടൻ ക്യാരറ്റ് കൊടുത്തു, അത് അവൾ കഴിച്ചില്ല കേട്ടോ. ഏട്ടനും അവൾക്ക് ഓരോന്ന് കൊടുത്തിട്ടുള്ള മൈൻഡ് മാറ്റി നോക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, അടുക്കളയിൽ ഞാൻ കയറി കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര വാശി കുറച്ച് കൂടുതലാണ്. അവൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഞാൻ അടുക്കളയിൽ ഇരിക്കുന്നത്. എന്താണാവോ അമ്മ പണിയെടുക്കണ്ട എന്ന് വെച്ചിട്ടാണ് എന്താണെന്നറിയില്ല. ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ അവൾക്ക് കരയാൻ തുടങ്ങും. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ, ഞങ്ങൾ വീട് മാറിയപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കണ കാര്യമാണ്. നമ്മൾ ആദ്യമായിട്ട് വീട് മാറുമ്പോഴേക്കും ഒരു 5-6 മാസമുള്ളൂ. അന്നോളം ഇതേ തന്നെ കേട്ടോ അവസ്ഥ. പിന്നെ അത് നമ്മൾ പച്ചമുളകും എല്ലാം സെറ്റാക്കി ഏട്ടനോട് നാളികേരമൊക്കെ വെട്ടിത്തരാൻ പറയുന്നുണ്ട്. എനിക്ക് നാളെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നാളികേരം വേണ്ട ഭയങ്കര പേടിയാണ്ട് ഏട്ടനോടെ ചെയ്യിപ്പിക്കാമെന്ന്. എനിക്ക് അതിനും നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, എനിക്ക് പേടിയാണ്. ഞാൻ അത് പേടിച്ചിട്ട് ചെയ്യുമ്പോൾ അത് പൊട്ടണവും ഇല്ല. പിന്നെ നമ്മൾ അതിന് നിന്നിട്ട് കാര്യമില്ല. എനിക്ക് അതിനുള്ള ധൈര്യം ഇതുവരെയ്ക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ തേങ്ങ വെള്ളം നമ്മൾ കാത്തുമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ ആൾ കുറച്ച് ശേഷം അതൊക്കെ കുടിക്കുന്നുണ്ട്. ആൾക്ക് നാളികേരം ചെരുക്കുമ്പോൾ അത് തിന്നാനും ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ള ഏട്ടനും കൊടുത്തു. അപ്പോൾ ഏട്ടൻ എന്നോട് നിനക്ക് വേണ്ടേ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. കാരണം കാത്തുമ്മയ്ക്കും ഏട്ടനാണ് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ അപ്പോൾ അവർ കുടിച്ചോട്ട് വിചാരിച്ചു. ഇനി നമ്മൾ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് വേഗം തന്നെ അമ്പലത്തിൽ പോകാൻ നോക്കാം. അത് ഞാൻ നേരെ റൂമിൽ വന്ന് കാത്തുമ്മേരെ മുടിയൊക്കെ അടിച്ച് ഡ്രസ്സൊക്കെ ഊരി കൊടുക്കുക കേട്ടോ. കാരണം കുളിപ്പിക്കാൻ കൊണ്ടുപോകാൻ ഞാൻ എണ്ണയൊക്കെ തേച്ച് കൊടുക്കണം തലയിലൊക്കെ. എനിക്ക് ഉണ്ണികളെ കുളിപ്പിക്കുമ്പോൾ എന്തായാലും എണ്ണ തേച്ച് കുളിപ്പിക്കണം. അത് എത്രയും മഴക്കാലമാണെങ്കിലും എനിക്ക് എണ്ണ തേച്ച് കുളിപ്പിക്കണം, എന്നാലും അവർ കുളിച്ചൊരു ഫീല് തോന്നുള്ളൂ. അത് ആ കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈശ്വര ഇതൊക്കെ വീഡിയോ ഇടുമ്പോൾ ഇനി കോപ്പിറൈറ്റ് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ സാധാരണ ചിലപ്പോഴൊക്കെയാണ് ഡ്രസ്സ് ഇടുന്ന വീഡിയോസ് കൊടുക്കാറുള്ളൂ. ചില ടൈമിൽ കുഴപ്പമുണ്ടായില്ല, ചില ടൈമിൽ കോപ്പിറൈറ്റ് ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. തന്നെ ഞാൻ അങ്ങനത്തെ 2-3 ഉടുപ്പൊക്കെ ഞാൻ പുതിയത് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അതുകഴിഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ഇടാം. പിന്നെ കാത്തുമരം മുടി കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ തലയിൽ പാൻ ഉണ്ടോയെന്നും ഞാൻ നോക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഞാൻ അപ്പളാട്ടോ എടുത്ത് കളയുക. അപ്പോൾ പാനും ഒക്കെ നോക്കിയപ്പോൾ അല്ല, കരടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി ആളെ മുടി നന്നായി കെട്ടി വെച്ചെടുക്കുന്നുണ്ട്. എന്താണ് ആ കുട്ടിയുടെ മുടി മൊട്ടടിക്കാൻ വിചാരിച്ചു അപ്പം എന്തെങ്കിലുമൊക്കെ തടസ്സാട്ടാ. അപ്പോൾ നമ്മൾ വേളാങ്കണ്ണിക്ക് പോകാൻ നിൽക്കുന്ന ടൈമായിരുന്നു. പക്ഷേ മഴ ഒക്കെ പെയ്ത് ആകെ സീനായപ്പോൾ നമ്മൾ അത് ക്യാൻസലാക്കി. ഈ മഴക്കൊന്ന് കുറയട്ടെ എന്നേട്ടൻ പറഞ്ഞു. ഏട്ടന് ഭയങ്കര പേടിയാണ്. അവിടെ മുന്നേ സുനാമി ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പോയേട്ടന് പേടിയാട്ടാ. ഏട്ടൻ പണ്ടൊരിക്കൽ സുനാമി ഉണ്ടായിട്ട് പിന്നത്തെ വർഷമാണ് ഏട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ അതിൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. എനിക്ക് അതുവരെ കൂടി മൊട്ടടിക്കാതെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫേസിലേക്ക് കുറച്ച് സെറം യൂസ് ചെയ്തു. പിന്നെ സൺക്രീം ഇട്ട് കൊടുത്തു. അതൊന്നും ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ചേശം ഇട്ട് കൊടുക്കണുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് ക്രീമുകൾ എൻ്റെ ഫേസിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ റെഡിഷ് കളറാവും. ചെറിയ അലർജി ആയിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എൻ്റെ ചേച്ചിയുടെ ഫേസ് റെഡ് കളറായിരിക്കുന്നത്. എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് റെഡ് കളറാവും. അതേപോലെ കണ്ണിൻ്റെ ഒരു കുരു വരും. അതൊക്കെ എൻ്റെ സ്കിന്നിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളാണ്. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. പിന്നെ അത് നമ്മളെ കാത്തുമ്പോൾ കുങ്കുമച്ചെപ്പിൽ കൈ മുക്കിയപ്പോൾ ഞാൻ അവളുടെ കൈ കൊണ്ട് തന്നെ നെറ്റിത്ത് കുങ്കുമം ഇടിയിച്ചു. പിന്നെ അത് ബാക്കിയുള്ള സെറ്റാക്കി കൊടുക്കുന്നത് ഞാൻ ചെയ്തു. അത് അവൾക്ക് ഇങ്ങനത്തെ കുരുത്തക്കേട് ഭയങ്കര കൂടുതലാണ്. ആൾക്ക് എൻ്റെ കുങ്കുമം കണ്ട അപ്പം ആൾക്ക് കുറി തൊടണം. പിന്നെ വേണ്ട മസ്കാര ഇടണം. ഞാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം എന്നുള്ള വാശിയാണ്. അതൊന്നും പിന്നെ ചെയ്ത് കൊടുക്കില്ല കേട്ടോ. അവൾക്ക് ആകെ ബേബി ക്രീമും ഏറ് വന്നാൽ കുറിയും പൊട്ടും. ഇതിൻ്റെ അപ്പുറം അവൾക്ക് നമ്മളൊന്നും ചെയ്ത് കൊടുക്കില്ല. പിന്നെ ഞാൻ വേഗം തന്നെ വന്ന് വിളക്കൊക്കെ കത്തിക്കാൻ നോക്കുന്നുണ്ട്. വിളക്ക് കത്തിച്ചിട്ടാട്ടോ ഞാൻ അമ്പലത്തിൽ പോവുക. അപ്പോൾ എനിക്ക് അമ്മ എന്നോട് ചോദിക്കുന്നുണ്ട് ഇനി നിന്നെ കാണണമെങ്കിൽ അമ്പലത്തിൽ വരേണ്ടി വരുമെന്ന്. കാരണം എനിക്ക് എൻ്റെ തൊട്ടപ്പുറത്ത് അമ്പലമുണ്ട്. ശരിക്കും ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ കണ്ട് പോവാൻ ഒരു ഫീലടിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ കാത്തുമ്മൻ അവിടെ പോയി ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പറയും നമുക്ക് തമ്പാൻ്റെ അടുത്ത് പോകാനായിട്ട് പോകുന്നതാട്ടോ. അതാ ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ഡോറൊക്കെ പൂട്ടി. ഈ അമ്പലം മാത്രമാണ് നമ്മളവിടെ 10:30 വരയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ വലിയൊരു 9:30 9:45 അപ്പോൾ എനിക്ക് ഇവിടേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വേഗം ഗേറ്റൊക്കെ തുറന്ന് പോകാൻ നോക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ ഏട്ടൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഏട്ടൻ സെറ്റായി നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. നേരെ വഴുക ഞാനും കാത്തുമ്മ മാത്രമാണ്. ഏട്ടൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കഴിയൂട്ടാ. ഞാനതാ ഏട്ടനോട് വഴി പറഞ്ഞു കൊടുക്കും. ഇതേനെ വാവാന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അമ്പലത്തേക്ക് ഇറങ്ങി ഞാൻ കുറച്ച് മാറിയിട്ടാ. അവിടെ ഫുള്ള് തിരക്കായിരുന്നു. ഇന്നെന്താ ഇവിടെ പരിപാടി എന്തുണ്ട്. അപ്പോൾ അത് കാരണം ഞാനൊരു ഗ്രൗണ്ടിൽ വണ്ടി ഇട്ടു. അപ്പോൾ അത് അവർ പോണതും കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അമ്പലത്തിൽ നിന്നൊരു കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യാം അവർ വരുന്നവരെ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം വണ്ടികളുണ്ട് നോക്കിയേ. ബാക്കിലൊക്കെ പിന്നെ ഈ സൈഡിലുണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെ സാധാരണ നിർത്താറ്, പക്ഷെ അവിടെ നിർത്താൻ സ്ഥലമില്ല. അത്യാവശ്യം വണ്ടികളാണ്. ഇപ്പോഴും വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തോ ഒരു പ്രതിഷ്ഠാദിനം അങ്ങനെ എന്തോ ആണ്. അപ്പം അവർ പോയിട്ട് നോക്കടിങ്ങനെ അവർ പോയിട്ട് വരട്ടെ. ഓക്കെ മെല്ലെ 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 ശരിക്കും ഇവിടെ 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 വാപ്പസാദം വേണ്ടേ. ഇതാ തപ്പുവാ. പ്രാർത്ഥന കഴിഞ്ഞില്ലേ? വാ അപ്പയോ കൈ വെച്ച്
അപ്പൊ അങ്ങനെ നല്ല പോസ്റ്റ് ആയിരുന്നോ? അമ്പലത്തിന്റെ കേസിൽ മാത്രമായിരുന്നു ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടാ അല്ലേ? അങ്ങനെ പോയി നല്ല തിരക്കാട്ടാ. എന്തോടെ പരിപാടി നടക്കുന്നുണ്ട്, അതിന്റെ ഭയങ്കര തിരക്കായിരുന്നു. കൊറേ നേരം നിന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയതല്ലേ. അവസാനം കാത്തുമ്മ മാമിയെ വിളിച്ച്, മാമിയുടെ പ്രസാദമാണോ? മാമിയെ വിളിച്ച് ഇപ്പൊ അമ്മ എന്നാ വിളിക്കണം. കുറുമ്പത്തി മൂപ്പര് എന്തോ സാധനം മൂപ്പരന്ന് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീട്ടില് രാവിലെ ബ്രെഡും സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാന്ന് വെച്ചു. എന്തായാലും പുറത്തിറങ്ങിയതല്ലോ, പുറത്തിറങ്ങിയാൽ സാധാരണ വീട്ടിൽ പോകാറുണ്ടെന്ന്. എനിക്കൊരു പായസം കുടിക്കാൻ പോതി. ഞാൻ ആഗ്രഹിക്കാൻ തോന്നുമ്പോ അവള് പറയണം, അപ്പൊ ഇതൊരു മേടിച്ചു തരും. പ്രത്യേകിച്ച് എന്റെ കെട്ടോ, ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് സാധിച്ചൊരു വ്യക്തിയാണ് അവൻ. ഒരു പായസം മേടിക്കാൻ വേണ്ടിട്ട് എന്തോരം മേടിച്ചത്. ഒരു പായസം മേടിക്കാൻ വേണ്ടിട്ട് ബോളി ആർക്കാ? നീ കഴിക്കുവോ? പിന്നെ അത് ആദ്യം ഞങ്ങൾ ഓരോ ഗ്ലാസ് പായസം കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബോളി മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് പായസം ഒരു ചേട്ടൻ തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ടേസ്റ്റ് നോക്കി. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ മധുരം കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യും ബോളിയിൽ മധുരം കൂടി ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റ വായി കഴിച്ചോളൂ. പിന്നെ ഞാൻ ബാക്കിയുള്ള ഏട്ടനും കാത്തുമ്മയ്ക്കും കൊണ്ടു കൊടുത്തു. അപ്പോൾ അവരവിടെ നിന്നിട്ട് ബോളിയും പാലട പായസം കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ പോയിട്ട് അടുക്കളയത്തെ പണികൾ നോക്കണമെങ്കിൽ ഞാൻ പോയി. അപ്പം ഈ മോളോടെ കളിക്കുകയും ഫുഡ് കഴിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ വിചാരിച്ചു. കാരണം നമുക്ക് ഈ രാവിലെ എഴുന്നേറ്റ് ഉച്ച കഴിയണ വരയ്ക്ക് നമുക്ക് പണിത്തിരക്ക് തന്നെയാണ് കേട്ടോ. ഏട്ടനും എന്നെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ കാത്തുമ്മ വാശിയായതുകൊണ്ടാണ്. കാത്തുമ്മ ഉറങ്ങുകയാണെങ്കിൽ ഏട്ടൻ എൻ്റെ കൂടെ തന്നെ നിന്ന് തന്നെ ഫുൾ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാത്തുമ്മ ഉണർന്നിരിക്കുകയാണെങ്കിൽ പിന്നെ അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഒന്നിനും എണ്ണ കിട്ടില്ല. പിന്നെ അതാ നമ്മളെ സ്റ്റൂവിന് വേണ്ട എല്ലാ ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ സ്റ്റൂ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും കുക്കിംഗ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനത് നാളെയോ മറ്റന്നായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. എനിക്ക് ഒരു ചെറിയൊരു പരിപാടി വരുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഓട്ടപ്പാച്ചിലാണ്. ഇനി നമ്മളേക്കുള്ള സാധനങ്ങൾ മേടിക്കാനും ഫേഷ്യൽ ചെയ്യാനൊക്കെ പോകാൻ നിൽക്കട്ടെ. അപ്പം അതിന് മുന്നേ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് പോകാമല്ലോ വിചാരിച്ചു. പിന്നെ പുണ്യങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയതുകൊണ്ട് തന്നെ അവരെത്തണമല്ലോ പോകാൻ വേണ്ടിയിട്ട്. അവരില്ലാതെ അമ്മയും അച്ഛനും എങ്ങോട്ടും പോവില്ല, അവർക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ അതാ നമ്മളെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ വേപ്പിലെടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് ആ വേപ്പിലയിൽ വെച്ച് അത് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ നോക്കാം. പിന്നെ അതാ ഞാൻ ബ്രെഡൊക്കെ ആവിയിലെടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ കാത്തുമ്പോൾ സ്റ്റൂത്തെ പച്ചക്കറി മാത്രം കഴിച്ചിട്ട് അവൾ പോയി കിടന്ന് ഉറങ്ങാൻ പോവുക കേട്ടോ. അപ്പോൾ അവളൊക്കെ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ കറിയും പാത്രത്തിൽ ഒഴിച്ചു ബ്രെഡൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഇതൊന്നുകൂടി ചൂടാറി ഒന്നുകൂടി കുറുകും. പക്ഷേ നമുക്ക് അതിനുള്ള ടൈമില്ല. അപ്പോൾ എന്നെ ഏകദേശം നല്ലോണം വൈകിയിട്ടുണ്ട് ടൈം. പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവുക കേട്ടോ. ഒരു ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു സ്റ്റൂവിനും, അതും പറയാലോ. നല്ല സോഫ്റ്റ് അല്ലേ? ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ട് ഒക്കെ ഭാഗല്ലേ? ഇതൊരു കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ടേസ്റ്റ് അല്ലേ? ആ ഒരു കുരുമുളകിന് ആ ഒരു ഫ്ലേവറും കറക്റ്റ് അതിട്ടുണ്ട്. ഞാൻ ടേസ്റ്റിൽ പിടിച്ചേട്ടാ, സെറ്റ് അല്ലേ? സൂപ്പർ. അപ്പൊ എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റില്ലേ? അടിപൊളിയായിട്ട് പരീക്ഷിച്ചു നോക്കാം. പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കാല്ലേ ഈ കറി? എന്റെ കൈ കൊണ്ട് എന്താ തേങ്ങ തന്നുണ്ട്. ഞാൻ എനിക്ക് കഴിക്കെടുക്കട്ടെ ഏട്ടാ. നന്നായിട്ട് ആവി കൊള്ളിച്ചുണ്ടല്ലോ, ടേസ്റ്റ് അത്. നല്ല ചൂടാട്ടാ കറി. ഒന്നുകൂടി ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുകും. നമുക്ക് അതിന് ടൈമില്ല. നമ്മളപ്പം
അപ്പോൾ തന്നെ അത്യാവശ്യം നേരം മെഴുകിയിട്ടുണ്ട്. ബ്രെഡ് തരുമോ? അല്ല ലാസ്റ്റ് ഇട്ട് അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ ഒരു കടിക്കാൻ കിട്ടണ കടിക്കാൻ കിട്ടുന്നുണ്ട്. ഞങ്ങളെ നാളെ മധുരം കുറവായി കുറച്ച് പഞ്ചസാര ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഒന്നുമില്ല. ബ്രെഡ് ഇടും ഭർത്താവ്. പിന്നെ ഞാൻ വെജിറ്റബിൾ സ്റ്റൂ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഗ്രേവി കഷ്ണം എനിക്ക് അത് ഇഷ്ടമല്ലാത്ത ആളാണ്. ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ല? ഉരുളക്കിഴങ്ങേ പറ്റുള്ളൂ. വീട്ടിലത് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതും പിന്നെ ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര ഇഷ്ടം തോന്നിട്ടാ. അടിപൊളിയുണ്ട്. എന്താ വീട്ടിൽ ചെറിയൊരു പണി നടക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഉണ്ടാവുമായിരിക്കും. പിന്നെ അതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇനി നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കപ്പ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ആയിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ ഇന്നലെയും മിനിഞ്ഞാന്നായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും പോയി കാണുക. പിന്നെ എനിക്ക് അതിൽ വന്നൊരു കമൻറ്റാണ്, ഓവർ മേക്കപ്പ് ആണല്ലോ വെച്ചിട്ട്. ഞാൻ അമ്പലത്തിൽ പോയി വന്നപ്പോൾ ഉള്ള ആ ലുക്കാണ്. പിന്നെ ഞാൻ ഫേസ് കഴുകില്ല. ഞാൻ കുറി തൊട്ട് കഴിഞ്ഞാൽ അത് വൈകുന്നേരം വരെ ഞാൻ കഴുകി കളയില്ല. അതുകൊണ്ടാട്ടെ ഈ ഓവർ മേക്കപ്പായി തോന്നിയത്. പ്രത്യേകിച്ച് അധികം മേക്കപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അതാ ഞാൻ എന്നെ കൊണ്ടിട്ട് കപ്പയൊക്കെ നന്നാക്കി സെറ്റാക്കുന്നുണ്ട്. എനിക്ക് കപ്പ നന്നാക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ കൊള്ളി അതിനെ ഒറ്റയ്ക്ക് വീട്ടിൽ കൊള്ളി കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാനും ഏട്ടനും പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു. ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഏട്ടൻ പോയി എടുത്ത വീഡിയോ കേട്ടോ. ഞങ്ങൾ പുതിയതായി മേടിച്ച മീനാണ്. ഞങ്ങൾ ഉണ്ടായിരുന്ന ഒരു മീൻ കുട്ടി ചത്തുപോയിട്ടോ. അപ്പം പുതിയതായിട്ട് മേടിച്ചതാണ്. ഏട്ടന് ഈ പ്രാന്ത് എന്നും മാറുമെന്ന് എനിക്കറിയില്ല. ഈ മീനിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇതൊക്കെ ഇങ്ങനെ മേടിച്ച് വളർത്തലാണ് എൻ്റെ മെയിൻ പരിപാടി. പിന്നെ അതാ ഞാൻ നന്നായി കൊള്ളിയൊക്കെ കഴുകി സെറ്റാക്കുന്നുണ്ട്. കഴുകി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനതൊക്കെ അങ്ങനെ കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളവിടെ എന്താ പറയുക എനിക്കറിയില്ല. നമ്മളവിടെ കൊള്ളി എന്നാട്ടാ പറയുക, ചിലയിടത്ത് കപ്പ എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് പേരും യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ കൂടുതലും കൊള്ളി എന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ ഇത് നമ്മളെ കാത്തും എഴുന്നേറ്റു. അനേട്ടൻ അവളെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതൊക്കെ റെഡി ആക്കേണ്ടി വന്നു. എനിക്കിങ്ങനെ വെട്ടാനൊന്നും അറിയില്ല. അമ്മ ചെയ്യണ കണ്ടിട്ടുണ്ടെങ്കിലും അമ്മ ചെയ്യണ കാണുമ്പോൾ നല്ല എളുപ്പമാണ്. പക്ഷെ ചെയ്യുമ്പോൾ അത്രയ്ക്ക് സ്മൂത്തായിട്ടൊന്നും അതൊന്നും റെഡി ആവണില്ല എന്ന് എനിക്ക് തോന്നിയിട്ടാണ്. നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ തന്നെയാണ്. കാരണം പുതിയത് മേടിച്ച കത്തി. അപ്പം നല്ല മൂർച്ചയൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ സെറ്റാവാത്ത പോലെ ഉണ്ട്. ഞാൻ കട്ടിങ് ബോർഡുമൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. ഇത് കണ്ട അമ്മേന്ന് എനിക്ക് എന്തായാലും ചീത്ത കേൾക്കും. കാരണം അടുക്കളയത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ അറിയാത്ത പോലെ കാണിച്ചിട്ട് അമ്മയ്ക്ക് നല്ല ചീത്ത കൊടുക്കും. കാരണം ചെറുപ്പം തൊട്ടേ അമ്മയുടെ കൂടെ അടുക്കളയിൽ കയറുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് എനിക്കിതൊന്നും അറിയില്ല പറഞ്ഞ് ഇതൊക്കെ ഇനി എന്ന് പഠിക്കാനാണെന്ന് എന്നോട് അമ്മ എന്തായാലും ചോദിക്കും. ഞാൻ വീട്ടിലുള്ളപ്പോഴുള്ള വീഡിയോസൊന്നും അമ്മ കണ്ടില്ലെങ്കിലും ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ ഉള്ള എല്ലാ വീഡിയോസും അമ്മ കാണും. അത് എൻ്റെ ആണെങ്കിലും അനീതിയുടെ വീഡിയോ ആണെങ്കിലും കാണും. കാരണം ഞങ്ങളവിടെ ഓക്കെ അല്ലേ, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അറിയാം. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതാ നമ്മൾ ഉച്ചയ്ക്ക് കപ്പ ബിരിയാണിക്ക് വേണ്ട എല്ലാ ഐറ്റംസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ റെസിപ്പിയുടെ ഫുള്ളായിട്ട് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ പോലെ നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും പോയി കാണുക. അപ്പോൾ ആ കപ്പ ബിരിയാണി ഉണ്ടാക്കേണ്ട ഇങ്ങനെ ഓരോന്നും സെറ്റായിക്കൊണ്ടിരിക്കണം. അതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്താ വെച്ചാൽ ചുവന്നുള്ളിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ചുവന്നുള്ളി കേട്ടോ. സബോളൊക്കെ 2 എടുത്തുള്ളൂ. പക്ഷേ ചുവന്നുള്ളി നമ്മളൊരു 10-15 ചുവന്നുള്ളി വലിയത് എടുത്തിട്ട് നമ്മൾ കുഞ്ഞിതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചുവന്നുള്ളിയുടെ ടേസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് എടുത്തറിയാൻ പറ്റും നമുക്ക്. എപ്പോഴും അമ്മ പറയണേക്കാം ഫുഡിലേക്ക് ഏറ്റവും ടേസ്റ്റുള്ള ഐറ്റം ചുവന്നുള്ളിയാണ്. സബോളയും ചുവന്നുള്ളി ഇടുന്നതാണ് ഏറ്റവും ടേസ്റ്റ് എന്ന്. പക്ഷേ നമുക്കൊക്കെ മടി ചെയ്യേണ്ടത് നമ്മൾ കൂടുതലും സബോളയാണ് യൂസ് ചെയ്യുക. അങ്ങനെ ഇതിലേക്ക് എൻ്റെ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ ഏട്ടൻ ആ ഫേസിൽ പാക്കൊക്കെ ഇട്ടിട്ട് നടക്കണു. അപ്പോൾ അവൻ്റെ ഫേസ് കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പണിയെടുക്കുക. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഇടയിൽ അവൻ കുട്ടീനെ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ കാത്തുകൊണ്ട് നോക്കേണ്ടി വരും. ഏട്ടനോട് ഞാൻ പറയാൻ ഏട്ടാ ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വയ്യെന്ന് പറഞ്ഞാൽ അവൻ പറയാമെന്ന് വെച്ചാൽ നീ കുട്ടീനെ നോക്കിക്കോ ഞാൻ ചെയ്യാമെന്ന് പറയും. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും മിണ്ടാതെ നിന്നിൽ ഞാൻ എന്നെ ഇതൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്കിപ്പോൾ ഈ കുട്ടികളുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി നേരം വഴുകുന്നത്. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ എന്ത് പണിയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കും. പക്ഷേ കാത്തുമ്പോഴുകൊണ്ട് നമ്മൾ എന്ത് പണി ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ 10 തൊട്ട് നമ്മൾ കാത്തുമ്മരെ അടുത്ത് പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് അത്ര സ്പീഡിലൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അത് നമ്മൾ കൊള്ളി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് കറികളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്.
എൻ്റെ ഇടയിൽ ഇതാ ഞാൻ എന്നോടൊരു വാക്ക് പറഞ്ഞു, ഏട്ടാ നീ ഒന്ന് സഹായിക്കാൻ പാടാന്ന് പറഞ്ഞപ്പോൾ കടക്കാത്തും എൻ്റെ കയ്യിൽ വന്നു. അവ അവിടെ പണിയെടുക്കാനും തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ പറഞ്ഞു, ഇത് ഇങ്ങനെയല്ല ഇളക്കുക, അങ്ങനെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഒഴിച്ചിൽ കൂടുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാളികേരം വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം ഞാൻ കുറേ കപ്പ ബിരിയാണി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാക്കിയെങ്കിലും അതിനെല്ലാവരും ഈ നാളികേരം വറുത്തിടുന്നില്ല. പക്ഷേ ഇത് വറുത്തിടുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആട്ടോ, വേറെ ലെവൽ കപ്പ ബിരിയാണി ആയിരുന്നു. ഏട്ടാ എന്നോട് എല്ലാ ഞായറാഴ്ചയും കപ്പ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും ടേസ്റ്റ് അതിനുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മൾ ബീഫൊക്കെ ഞാൻ വേവിച്ചതിന് ശേഷം നമ്മളിനി ചീഞ്ചട്ടിയിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മളെ കൊള്ളി റെഡി ആയിട്ടുണ്ട്. കണ്ട ഏട്ട ഇങ്ങനെയൊക്കെയാണ് കാത്തുമ്മേനെ എൻ്റെ അടുത്ത് നിന്നും മാറ്റി നിർത്തുന്നത്. അവൾക്ക് ഇങ്ങനെ വല്ല കുരുത്തക്കറൊക്കെ ചെയ്താലും അവൾ ഹാപ്പി ആവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ബീഫ് കറി വയ്ക്കുമ്പോൾ അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുക കുരുമുളകാണ്. ഞങ്ങൾ ചിക്കൻ കറിയിലൊന്നും കുരുമുളക് അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ കുരുമുളക് ഇട്ട് കൊടുക്കും. എന്താണോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോൾ നമ്മളെ വീട്ടിലത്തെ പണിയാണെങ്കിലും ഇത്ര നേരം വന്നില്ലേ, പക്ഷെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി പപ്പ ആൾ വന്നു പണി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതാ നമ്മൾ നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് കപ്പ ബിരിയാണി കഴിക്കാൻ തോന്നും, കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പേടിച്ചിട്ട് ഞാൻ കുറച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് തികഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിലേക്കും കുറവായിരുന്നു, ഞങ്ങൾക്കും കുറവായിരുന്നു, കുറച്ചുണ്ടായിരുന്നുള്ളൂ. 1 കിലോ കൊള്ളിയും ഒരു 3/4 കിലോ ബീഫൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ആൾക്കാർ അത്യാവശ്യം പേരുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും തികഞ്ഞില്ല കേട്ടോ. ഏട്ട ഇടയിൽ വന്നിട്ട് നോക്കിയതാണ് ഞാൻ എവിടെയെന്ന്. അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണിയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി മിക്സ് ആക്കുക വേണ്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് കപ്പ മാറ്റി വയ്ക്കുന്നുണ്ട് പാത്രത്തേക്ക്. കുറച്ചേശം ഇട്ടിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു, കാരണം ഒക്കെ കൂടി ആകുമ്പോൾ ശരിക്കും മിക്സ് ആയില്ലെങ്കിലോ എന്നുള്ളൊരു പേടി. ഞാൻ കുറച്ച് കപ്പയിലേക്ക് ആദ്യം കുറച്ച് ബീഫ് ഇട്ട് കൊടുത്തു, നന്നായി അത് ഇളക്കി സെറ്റാക്കി, എന്നിട്ട് വീണ്ടും കപ്പ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഇതൊക്കെ എൻ്റെ ഒരു ഐഡിയകളാണ് കേട്ടോ, എല്ലാവരും ഇങ്ങനെയൊന്നല്ല ചെയ്യുന്നത്. എനിക്ക് തോന്നുന്ന രീതിക്കാണ് ഞാൻ എല്ലാ കാര്യം ചെയ്യും. അപ്പോൾ എൻ്റെ വർക്കിൻ്റെ ആണെങ്കിലും ഒക്കെ എനിക്ക് അതൊരു ഓക്കെ എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ ചെയ്യുക. കണ്ട കുറച്ചേശം കപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കപ്പയും ആ ബീഫിൻ്റെ കൂടെ ഇങ്ങനെ ഉടഞ്ഞ് ചേരുന്നുണ്ട്. നമുക്ക് കുറേ കപ്പയാകുമ്പോൾ അടിയിട്ടൊന്നും ഉടഞ്ഞില്ലെങ്കിലോ ഒന്ന് പേടിച്ചിട്ടാണ് ഞാൻ ആദ്യം കുറച്ചേശം അടിയിൽ നിന്ന് ഇങ്ങനെ ഉടച്ച് കൊടുത്തത്. അതിനതാ ഞാൻ ബാക്കിയുള്ള എല്ലാ ബീഫ് ഇട്ട് കൊടുത്തു. ഉണ്ടാക്കി വന്നപ്പോൾ ഭയങ്കര കുറവ് പോലെ തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഈശ്വര ഇതെല്ലാവർക്കും തികയുമെന്ന് ആലോചിച്ച് പേടിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. ഇതാ ബാക്കിയുള്ള കപ്പയും കൊണ്ട് ഇട്ടിട്ട് ഞാൻ പാത്രം ഇറക്കി വെച്ചു, എന്നാലും എനിക്ക് കറക്റ്റ് എൻ്റെ സൈസ് ഹൈറ്റിന് കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ നന്നായി ഇളക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നന്നായി ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ കപ്പ ബിരിയാണിൻ്റെ മാറ്റം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലും പുതിനയിലൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി സെറ്റാക്കിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി ഇതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു, അത് വെളിച്ചെണ്ണ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നമ്മളെ കപ്പ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെറിയ പാത്രത്തിൽ മാറ്റിയിട്ട് കുറച്ച് സബോളയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. ഫുള്ളും സബോള ഇട്ടില്ല, കാരണം നമ്മളിനി രാത്രി കഴിക്കണമെങ്കിൽ നാശമാവണ്ടല്ലോ വെച്ചിട്ട് ആവശ്യത്തിനുള്ളേക്ക് മാത്രം അപ്പം സബോള ഇട്ട് കൊടുക്കുകയായിരുന്നു. പിന്നെ അതാ ഞാനൊരു കട്ടൻ ചായ വെച്ചിട്ടുണ്ട്, സലാഡുണ്ട്, മാങ്ങാച്ചാറ്. ഇത് ഞാനൊരു വ്ളോഗർ ഇൻസ്റ്റ ഷോർട്സൊക്കെ ഉണ്ട് ചേച്ചിയിൽ കണ്ടതാണ് ഇങ്ങനെ കപ്പ ബിരിയാണി കഴിക്കാമെന്ന്. ആ ചേച്ചി വീട്ടിൽ എല്ലാ ഞായറാഴ്ചയും കപ്പ ബിരിയാണി ഉണ്ടാക്കും തോന്നുന്നു. ഞാൻ എപ്പോൾ നോക്കിയാലും ആ ചേച്ചിയിൽ ഇങ്ങനെ കപ്പ ബിരിയാണി വീഡിയോസ് കാണാം. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ കഴിക്കൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ സെറ്റാക്കിയതാട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അവന് കപ്പ ബിരിയാണി മാത്രം മതി, ഇതൊന്നും വേണ്ട, അവൻ കഴിക്കുമ്പോൾ ഇതൊന്നും കൂട്ടാറില്ല എന്നവൻ പറഞ്ഞു. അപ്പോൾ അതിന് വെറും കപ്പ ബിരിയാണി മാത്രം കൊടുത്തു. എനിക്കുള്ളതിൽ ഞാൻ ഇതേപോലെ സലാഡും അച്ചാറും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഏട്ടന് വെറും കപ്പ ബിരിയാണി മാത്രം ഒരു ടീസ്പൂണും കൂടി കൊടുത്തു. ഏതുണ്ട് ശരിക്കും ടേസ്റ്റ് ഉണ്ടോ? സെറ്റ് എല്ലാം ഏതിലാന്ന് എനിക്കറിയില്ല. എങ്ങനെയുണ്ട്? പൊളി.
ഞാൻ പറഞ്ഞ വെറുതെ അല്ല, മനസ്സിലായില്ലേ? അവിടെ പോക്കി അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കാതാ. ബീഫിന്റെ മസാല നല്ല ടേസ്റ്റ് ഇല്ല. ഒക്കെ ശരിയാണ്. ഞാൻ ഫുഡ് കഴിക്കാതെ ഇരിക്കുന്നത്, എനിക്കും കഴിക്കണം. ഓക്കെ, വേഗം അഭിപ്രായം പറയണ്ടേ പറയില്ലേ. ഈ പ്ലേറ്റ് ഇങ്ങനെ പിടിച്ചിരിക്കും, വലിയ രസമൊന്നും ഇല്ല. സൂപ്പർ, ഓക്കെ, അടിപൊളി. എല്ലാരും ഉണ്ടാക്കി വെക്കുക. ഞാൻ വീട്ടിൽ അമ്മ. ഓക്കെ, ഇനി കഴിക്കട്ടെ. ഏട്ടൻ വിശപ്പോണ്ട് തന്നെ ഒരുപാട് ടേസ്റ്റ് ഒന്നും പറഞ്ഞില്ലെങ്കിലും അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവന് ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിലാണ് പിന്നെ അധികം സംസാരിക്കാൻ നിൽക്കില്ല, വേഗം തന്നെ ഫുഡ് കഴിക്കാനേ നോക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എൻ്റെ എല്ലിനെ കുറിച്ചുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കാത്തുമ്മയ്ക്ക് സലാഡത്തെ സബോള മാത്രമേ വേണ്ട. അവൾക്ക് സബോളകളോടാണ് പ്രാന്ത് മൊത്തം. എന്താണോ കുട്ടിക്ക് ഇത്രയും ഇഷ്ടം. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അത് വീട്ടിലെത്തിയിട്ട് അമ്മേനെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനെ വിളിക്കാം കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ ഫോൺ എടുക്കണില്ല. അവിടെയാണ് പുറത്ത് ചെക്കൻ വന്ന് നിൽക്കുന്നുണ്ട് കൊറിയറിൻ്റെ. നമ്മൾ ക്യാഷും കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മേടിച്ച് വയ്ക്കുക വേണ്ടോ. ഞാൻ അമ്മേനെ വിളിച്ചാൽ കേട്ടോ. അമ്മ ഒരു നമ്പറിലേക്ക് വിളിച്ച് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത നമ്പറിലേക്ക് വിളിക്കുകയാണ്. അമ്മേനെ വിളിക്കുമ്പോൾ ഇതാ പ്രശ്നം, എല്ലാ ഫോണിലേക്ക് വിളിച്ചാലും എപ്പോഴും കിട്ടില്ല. പിന്നെ ഞാൻ അമ്മോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഫുഡായിട്ട് നിർത്തി. ഏട്ടാ മൊത്തം കഴിച്ചു കേട്ടോ. വീണ്ടും എടുത്ത് കഴിക്കുകയും ചെയ്തു. പിന്നെ അത് എൻ്റെ മെയിൻ പരിപാടി. ഇത്രയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ, ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പാത്രങ്ങൾ ഒരുപാട് വേണം. അപ്പോൾ തന്നെ അതൊക്കെ കഴുകി എടുത്ത് വെക്കലാണ് എൻ്റെ അടുത്ത പരിപാടി. എളുപ്പമല്ല കേട്ടോ, ഫുഡ് ഉണ്ടാക്കുന്നതിനും പണിയാണ് ഇതൊക്കെ ലാസ്റ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അത് അങ്ങനെ കാണുമ്പോൾ ആ ഒരു 10 മിനിറ്റൊക്കെ പരിപാടിയുള്ളൂ. പക്ഷേ ഇത് എത്ര ടൈം എടുത്തിട്ടാണെന്ന് അറിഞ്ഞു ഇതൊക്കെ വൃത്തിയാക്കിയത്. ഞാൻ ഓരോന്നും മാറ്റി പാത്രങ്ങളിൽ തന്നെ ആക്കി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ക്ലീനാക്കി വെക്കുന്നുണ്ട്. പറയണവർക്ക് ഭയങ്കര എളുപ്പമാണ് ഈ വ്ളോഗ് എടുക്കുന്നതിൻ്റെ പണിയല്ല വീഡിയോ എടുക്കണേന്ന്. പക്ഷേ ഈ പണിയെന്ന് വെച്ചാൽ നമ്മൾ നോർമലി വീട്ടിൽ പണിയെടുക്കുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ല. ഇത് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് പണിയെടുക്കുമ്പോൾ, നമ്മൾ ഈ ക്യാമറ കൊണ്ട് പണിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ പെടുന്നുണ്ടോ, നമ്മൾ എവിടേക്കൊക്കെ പോകണമെന്ന് വെച്ചാൽ അവിടേക്ക് ക്യാമറയും കൊണ്ട് വേണം നമ്മൾ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്യാസ് അടുപ്പെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. എനിക്ക് മെയിൻ പരിപാടി കേട്ടോ. ഇങ്ങനെ വല്ല ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സോപ്പ് ഇട്ട് അടുക്കള ഫുള്ളും കഴുകി വൃത്തിയാക്കണം. അല്ലെങ്കിൽ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ്. ഒരു എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ അടുക്കളയിൽ വരും. എനിക്കതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അപ്പോൾ പണി കഴിഞ്ഞാൽ അപ്പോൾ സോപ്പൊക്കെ ഇട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കും. പോരാത്തതിന് ആഴ്ചയിലൊരിക്കൽ പണിക്കൊരു ചേച്ചിനൊക്കെ വെച്ചിട്ട് എൻ്റെ കയ്യെത്താത്തോടത്തൊക്കെ ആളെ കയ്യെത്തിച്ച് എല്ലാം ക്ലീൻ ആക്കും കേട്ടോ. എനിക്കത് ഒറ്റയ്ക്ക് ചെയ്യാവുന്നൊരു പണിയുള്ളൂ. പക്ഷേ നമ്മൾ കാത്തുമ്മനെ വെച്ചിട്ട് അങ്ങനെ മൊത്തം വലിച്ചിട്ട് വൃത്തിയാക്കാന്ന് വെച്ചാൽ നടക്കില്ല. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വരേണ്ടി വരും. അപ്പം ഞാൻ ഒരു ചേച്ചിനെ കൂടി നിർത്താറൊക്കെ ഉണ്ട്. പിന്നെ എന്താ, ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലും എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നോട് അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ, മോള് അടുക്കള വൃത്തിയാക്കി കാണാൻ നല്ല ഭംഗിയാണ്, ഒക്കെ നല്ല വൃത്തിയിലാണ് സൂക്ഷിക്കണേന്നൊക്കെ. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം ഒരുപാട് പേര് കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ കുറേ പേരുണ്ടല്ലോ എന്നാലോചിച്ചിട്ട്. പിന്നെ അതാ ഞാൻ വീട്ടിലേക്കുള്ള കപ്പ ബിരിയാണി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കാസർഗോഡിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോകാനാണ്. അപ്പോൾ അതൊക്കെ ഞാനെടുത്താക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോവാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കി കുറച്ച് കുറവ് തോന്നി, ഞാൻ കുറച്ചും കൂടി എടുത്താക്കി. നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് അത് ബാക്കിയുള്ള അലങ്കോലപ്പണികളൊക്കെ ഏട്ടൻ തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് വേണമെങ്കിൽ പ്ലേറ്റൊക്കെ കഴുകി വയ്ക്കാൻ. അല്ലെങ്കിൽ ഇതൊക്കെ ഞാനിനി അവിടെ മുഷിഞ്ഞ് വയ്ക്കണ്ടേ. അപ്പം അതൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഇതിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ പ്ലേറ്റും കൂടി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ അപ്പോഴേക്കും നമ്മൾ കാത്തും വന്നിട്ട് വാശി പിടിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ കാലും മുടിച്ചിട്ട് അമ്മ എടുക്കെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ അവസ്ഥ. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ 10 വട്ടം നമ്മൾ കാത്തുമാരെ വാശി ഉണ്ടാവും. പിന്നെ ഞാൻ മാങ്ങാച്ചാർ ഒരു പാത്രത്തിൽ ആക്കിയിട്ടുണ്ട്. കാരണം ഇതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് മാങ്ങാച്ചാർ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീട്ടിലാണെങ്കിൽ മാങ്ങാച്ചാർ ഉണ്ടാവില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മാങ്ങാച്ചാറൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ആക്കിയിട്ട് ഞാൻ എൻ്റെ ഏൽപ്പിച്ചു. എണ്ണാകുമ്പോൾ മറക്കാതെ അവിടെ കൊണ്ട് വെച്ചു. ബിരിയാണിയും പിന്നെ കാലത്ത് നമ്മൾ പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് നമുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുറിച്ച് കൊടുത്തു വീട്ടിലേക്ക് കൊണ്ട് പോകാം. കഴിക്കാൻ പാടില്ല.
ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഭയങ്കര ടേസ്റ്റാ. ബേബി പക്ഷെ ഇങ്ങനെ അയച്ചില്ല. ബേബി ഇങ്ങനെ അയച്ചില്ല കച്ചമ്പർ കൂട്ടിയിട്ട്. അവൻ പണ്ട് മറ്റോണം കഴിച്ചേന്ന് ഞാൻ മറ്റോണം കഴിച്ചേക്കും. എനിക്ക് അതിനും ഇഷ്ടം ഇങ്ങനെ അയക്കാനാ. എങ്ങനുണ്ട്? ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു തിന്നുകൊണ്ട് ഇങ്ങനെ കഴിക്കണേ കണ്ടത്. ബിരിയാണിയുടെ ടേസ്റ്റ് ഇങ്ങനെ വേറെ ടേസ്റ്റും അല്ല. ഇതാ ഏറ്റവും ടേസ്റ്റ്. അടിപൊളി. ഇത് അടക്കുണ്ടാക്കിയാന്നോ പറഞ്ഞേ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട് അല്ലേ? കാത്തുമ്മയ്ക്ക് ഇവിടെ അപ്പാപ്പ ഫുഡ് കൊടുക്കട്ടാ. മീമിയായിട്ട് ബീഫ് കഷ്ണം മാത്രം.